ഫ്രണ്ട്സ് എല്ലാവർക്കും 8.0യുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറയാൻ പോകുന്നത് കാസിയോ കാൽക്കുലേറ്ററിലെ ഒരു ചെറിയൊരു ഫീച്ചറാണ്. അപ്പോൾ പലരും അറിയാതെ പോകുന്ന ഒരു ഫീച്ചർ കൂടിയാണിത്. അപ്പോൾ പലതരത്തിലുള്ള യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി എന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പറയാൻ പോകുന്ന ബട്ടൺ അഥവാ ഫീച്ചർ എന്ന് വെച്ചാൽ റാൻ ഹാഷ് എന്ന് പറഞ്ഞൊരു ബട്ടണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റാൻ ഹാഷ് എന്ന് വെച്ചാൽ നമുക്കതിനൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ട് കണക്കാക്കാം. അതായത് നമ്മൾ അവിടെ മഞ്ഞ കളറിലാണ്, അതായത് ഒരു യെല്ലോ കളറിലാണ് റാൻ ഹാഷ് എന്ന് എഴുതിയത്. അതുകൊണ്ട് നമുക്കത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡോട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് റാൻ ഹാഷ് എന്ന് നമ്മളെ സ്ക്രീനിൽ കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ശേഷം നമ്മൾ ഈക്വൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ ഇത് 3 ഡെസിമൽ പോയിൻറ്റിലാണ് കാണിക്കുന്നത്. അതായത് 1, 2, 3 ഡെസിമൽ പോയിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നത് വിചാരിക്കുന്നത്. അതായത് പോയിൻറ്റിൻ്റെ സ്ഥാനമാണ് നമ്മൾ ഡെസിമൽ പോയിൻ്റ് വിളിക്കുന്നത്. ഇവിടെ 3 ഡെസിമൽ പോയിൻ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഈക്വൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് പുതിയ പുതിയ അക്കങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് 3 ഡെസിമൽ പോയിൻ്റ് ആവാം, അല്ലെങ്കിൽ 2 ഡെസിമൽ ആവാം, അല്ലെങ്കിൽ 1 ഡെസിമൽ പോയിൻ്റ് ആവാം. ഇവിടെ 3 0.31 2 ഡെസിമൽ പോയിൻ്റാണ് വന്നത്. അപ്പോൾ ഈ രീതിയിൽ ഡെസിമൽ പോയിൻ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു റാൻ ഹാഷ് നെക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ വാല്യൂസിനും ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത വെച്ചാൽ ഈ ഒരു വാല്യൂസൊക്കെ ഉള്ളത് 1നും 0ക്കും ഇടയിലുള്ള വാല്യൂസാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചത് മനസ്സിലാവും. ഇവിടെ 0 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് ആ വാല്യൂസൊക്കെ 0നും 1നും ഇടയിലാണുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് 3ഉം 2ഉം 1ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഇവിടെ ഇല്ലാണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഡിൽ വന്നതിന് ശേഷം മോഡ് 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. 1 നെക്കിയാൽ നമുക്കത് എനേബിൾ ചെയ്യാം. ഫിക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഡെസിമൽ പോയിൻറ്റിൻ്റെ ആ ഒരു എത്രയാണോ ഡെസിമൽ പോയിൻ്റ് വേണ്ടത് ആ ഡെസിമൽ പോയിൻ്റ് പ്ലേസ് ഫിക്സ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ 0 to 9 എന്നാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ നമുക്ക് ഡെസിമൽ പോയിൻ്റ് 0 ആവുകയാണെങ്കിൽ, അതായത് ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ 0 ക്ലിക്ക് ചെയ്യുക. ഇനി 9 ഡെസിമൽ പോയിൻ്റ് ആണെങ്കിൽ 9 ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇടയിലാണെങ്കിൽ അതിന് ഇടയിലുള്ള 1, 2, 3, 4, 5, 6, 7, 8 ആ രീതിയിലുള്ള ഏതെങ്കിലും നമ്പർ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഡെസിമൽ പോയിൻ്റിലെ രീതിയിൽ നമ്മൾ ആൻസറിന് ഈ ഒരു കാൽക്കുലേറ്റർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇനി നമുക്കിവിടെ 0, അതായത് നമുക്കിവിടെ ഡെസിമൽ പോയിൻ്റ് ഇല്ലാണ്ടാക്കുക വേണ്ടത്. അതുകൊണ്ട് നമുക്ക് 0 പ്രസ് ചെയ്യുക. അപ്പോൾ 0 പ്രസ് ചെയ്തപ്പം ഇവിടെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് മൊത്തത്തിൽ ഇല്ലാണ്ടായി. ശേഷം നമ്മളിവിടെ റാൻ ഹാഷ് നിൽക്കുകയാണെങ്കിൽ 1 അഥവാ 0യും 1ഉം മാത്രമേ കാണിക്കുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, ഇവിടെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഇല്ലാണ്ടാക്കി നമ്മൾ. അപ്പോൾ 0യും 1ഉം മാത്രമേ വരുള്ളൂ. കാരണം നേരത്തെ വന്നത് 0ക്കും 1നും ഇടയിലുള്ള കുറച്ച് വാല്യൂസ് മാത്രമാണ്. ഇനി നമുക്ക് റാൻഡം നമ്പർ ടേബിൾ എന്താണെന്ന് പരിചയപ്പെടാം. അതായത് കുറേ റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് ഒരു ഓർഡർ ഇല്ലാത്ത കുറേ നമ്പേഴ്സുകളുടെ ടേബിളാണ് നമ്മൾ റാൻഡം നമ്പർ ടേബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാൻഡം നമ്പർ ടേബിളിൻ്റെ യൂസസും കാര്യങ്ങളും നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ് നടത്തുവാണെങ്കിൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ഒരു 45ഓളം സ്റ്റുഡൻസ് ഉണ്ടെന്ന് നോക്കുക. അവരിൽ നമുക്ക് ഒരു വർഷത്തെ കലോത്സവത്തിലേക്ക് വളണ്ടിയേഴ്സ് ആയിട്ട് കുറച്ച് സ്റ്റുഡൻസിന് വേണം, ഏകദേശം 20ഓളം സ്റ്റുഡൻസിന് വേണം. പക്ഷേ ഭൂരിഭാഗം സ്റ്റുഡൻസിനും, അതായത് 20ൽ കൂടുതൽ സ്റ്റുഡൻസിനും വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് എന്തിൽ കൂടി ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ് പ്രകാരം നമുക്ക് 2 മെത്തേഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോട്ടറി മെത്തേഡും മറ്റേത് റാൻഡം നമ്പർ ടേബിൾ മെത്തേഡും. അതായത് നറുക്കെടുപ്പാണ് ലോട്ടറി മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ റാൻഡം നമ്പർ ടേബിൾ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഈ ഒരു റാൻഡം നമ്പർ ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ റാൻഡം നമ്പർ ടേബിളിന് സമാനമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മളെ കാൽക്കുലേറ്ററിലും തന്നിട്ടുള്ളത്. അതാണ് ഈ റാൻ ഹാഷ് എന്ന് പറഞ്ഞൊരു സ്വിച്ചിൻ്റെ ഫീച്ചർ. അപ്പോൾ നമുക്ക് 45 സ്റ്റുഡൻസ് ഉണ്ട് വെച്ചോ. ഈ സ്റ്റുഡൻസിൽ നമുക്ക് വളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഫിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളെ ഈ കാൽക്കുലേറ്ററിൽ ആ ഒരു മോഡ് കാൽക്കുലേറ്റർ എനേബിൾ ചെയ്തിട്ട് വെച്ചതിന് ശേഷം അവിടെ 0 ഡെസിമൽ പ്ലേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം റാൻ ഹാഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 45 എന്ന് അടിച്ചു കൊടുക്കുക. അതായത് നമുക്കിവിടെ ലിമിറ്റ് കൊടുക്കുകയും നമ്മൾ 0 തൊട്ട് 45 വരെയുള്ള സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റുഡൻസിനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് 20 പ്രാവശ്യമാണെങ്കിൽ 20 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 20 സ്റ്റുഡൻസിനെ റാൻഡംലി സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 99 ആണെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ലിമിറ്റ് നമുക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 0 തൊട്ട് 99 വരെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിൽ നമുക്ക് എത്രയാണോ വേണ്ടി വരുന്നത് അതിന് രീതിയിൽ എടുക്കുക. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പം 0യും 1ഉം മാത്രം വരുന്ന ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിന് സംബന്ധമായിട്ടൊന്ന് ഉപമിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒന്നുകിൽ 0 വരും അല്ലെങ്കിൽ 1 വരും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഈ കാൽക്കുലേറ്ററിൻ്റെ ഫീച്ചറിൽ ഫസ്റ്റ് പറഞ്ഞ ഒരു കേസാണത്. ശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആ ഒരു ഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, മോഡിൽ പോയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു എല്ലാ തരത്തിലുള്ള മോഡ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിക്സ് എന്നുള്ള ആ ഒരു മോഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ
നമ്മൾ ഫിക്സ് സെലക്ട് ചെയ്യാത്ത ഒരു രീതിയിൽ റാൻഡം നമ്പർ കാണുകയെന്ന് വെച്ചോ. അതായത് നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്, 45 ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് റാൻ ഹാഷിനെ 45 കൊണ്ട് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ശ്രദ്ധിച്ചാൽ അതിലൊക്കെ ഡെസിമൽ പ്ലേസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡെസിമൽ പ്ലേസസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻസിൽ അതായത് റാൻഡം നമ്പേഴ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഫിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളത് എനബിൾ ചെയ്തതിന് ശേഷം ഇവിടെ 0 ഡെസിമൽ പ്ലേസസ് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്പേഴ്സിനെ പെർഫെക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഫിക്സ് എന്നുള്ളൊരു മോഡിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ. അതിനുശേഷം ഞാനിവിടെ മോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റാൻ ഹാഷ് വെറുതെ നെക്കി കൊടുത്താൽ, അതായത് ഷിഫ്റ്റ് നെക്കിയതിന് ശേഷം ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റാൻ ഹാഷ് നമുക്ക് കാണും. പിന്നെ നമ്മൾ ഈക്വൽ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ നമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് 0ക്കും 1നും ഇടയിലുള്ള കുറേ നമ്പേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഈ നമ്പേഴ്സൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള സ്റ്റുഡൻസിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് 45 സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ 1 തൊട്ട് 45 വരെ ലിമിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനുശേഷം നമുക്ക് വരുന്ന നമ്പേഴ്സിൽ ഇപ്പോൾ ഇവിടെ 08 നമുക്കവിടെ 8 സെലക്ട് ചെയ്യാം. അപ്പോൾ 3 അക്ക അതായത് 0ക്ക് ഇപ്പോൾ ശേഷം 3 ഡെസിമൽ പ്ലേസസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടെ 87 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 0ക്കും 45നും ഇടയിലല്ല 87 വരുന്നത്. അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. അതായത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ചില നമ്പേഴ്സൊക്കെ ഒഴിവാക്കേണ്ടി വരും, ചില നമ്പേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫിക്സ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൽ നല്ല കണ്ടന്റുകളും അതേപോലെ തന്നെ ഇതിൽ നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഇറ്റ്സ് മീ വിഷ്ണു ചെറുവാകര സൈനിങ് ഓഫ്.